ദേവാമൃതം. നമസ്കാരം. ദൈവചിന്തകളെ തൊട്ടുണർത്തുന്ന ദേവാമൃതത്തിൻ്റെ മറ്റൊരു മനോഹരമായ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നമുക്ക് ശ്രവിക്കാം ശ്രീ സജീവ് കൃഷ്ണന്റെ വാക്കുകളിലൂടെ ഗുരുസാഗരം. സാഗരം അറിവിൻ്റെ സാഗരം, ഗുരുസാഗരം. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം തേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. സർവലോകർക്കും നാഥനായ ശ്രീനാരായണ ഗുരുദേവൻ്റെ ദിവ്യമായ സാന്നിധ്യം കൊണ്ട് പവിത്രമായ ഗുരുസാഗരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഏകദൈവം എന്ന ആ സത്യത്തെക്കുറിച്ചിട്ടാണ് നാം ഇന്നും സംസാരം തുടരുന്നത്. മനുഷ്യരിൽ ദൈവഭക്തി ഉണ്ടായത് എങ്ങനെയാണെന്നറിയാമോ? അവൻ്റെ ഭയത്തിൽ നിന്നാണ്. മനുഷ്യൻ കാട്ടുവാസികളായിട്ട് അപരിഷ്കൃതരായിട്ട് വനമധ്യത്തിൽ ജീവിക്കുന്ന ആ ചരിത്രാതീത കാലം, അവൻ അസംഘടിതരായിട്ടാണ് ആദ്യകാലത്ത് ജീവിച്ചുകൊണ്ടിരുന്നത്. അവസരങ്ങൾക്കും ആഹാരത്തിനും ഇണയ്ക്കും വേണ്ടിയിട്ട് തമ്മിൽ പോരടിച്ചിരുന്നവർ. അതിൽ ഒരുത്തനെ കൊന്നിട്ട് അവൻ്റെ ആഹാരമോ അവൻ്റെ ഇണയെയോ നേടിക്കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ അവൻ്റെ വാസസ്ഥാനം കൈയടക്കുകയോ ചെയ്യുന്ന അത്രയും അപരിഷ്കൃതമായിരുന്ന ഒരു കാലം. അപ്പോഴാണ് കാട്ടുമൃഗങ്ങൾ അവരെ ആക്രമിക്കാൻ തുടങ്ങിയത്. അവർ ശക്തിയും ബുദ്ധിയും ഉപയോഗിച്ചിട്ട് ഈ കാട്ടുമൃഗങ്ങളെ നേരിട്ടു. ഒറ്റയ്ക്ക് നിന്ന് നേരിടാൻ പറ്റാണ്ടായപ്പോൾ അവർ ജീവരക്ഷയെ കരുതി സംഘടിതരായിട്ട് കാട്ടുമൃഗങ്ങളെ നേരിട്ട് ജീവൻ പുലർത്തി. പിന്നീട് അവർക്ക് നേരിടാനാവാത്ത ചില ശത്രുക്കൾ വന്നു. അത് പ്രകൃതി ദുരന്തങ്ങളായിരുന്നു. പേമാരി, വെള്ളപ്പൊക്കം, അഗ്നിപർവ്വത സ്ഫോടനം, ഭൂകമ്പം ഇവയൊക്കെ വന്നപ്പോൾ അതിനെ തടുക്കുവാനും അതിനെ അതിജീവിക്കുവാനും സാധിക്കാതെ ഇവർ കൂട്ടത്തോടെ ചത്ത് ഒടുങ്ങുമ്പോഴാണ് ഇതിനൊക്കെ കാരണമായിരിക്കുന്ന ആരാണോ അയാളെ പ്രീതിപ്പെടുത്തുവാനുള്ള ശ്രമം തുടങ്ങിയത്. അങ്ങനെയാണ് കാറ്റിനെയും വെള്ളത്തിനെയും അഗ്നിയെയുമൊക്കെ അവരുടെ തമ്പുരാക്കന്മാരായി കണ്ടുകൊണ്ട് ദൈവമായി കണ്ടുകൊണ്ട് ആരാധിക്കാൻ തുടങ്ങിയത്. അപ്പോൾ കാറ്റിനെ ആരാധിക്കുമ്പോൾ കാറ്റ് നിയന്ത്രിക്കപ്പെടുന്നുവെങ്കിൽ തീയെ നിയന്ത്രിക്കുവാൻ കാറ്റിനെ ആരാധിച്ചിട്ട് കാര്യമില്ല. വെള്ളപ്പൊക്കത്തെ നിയന്ത്രിക്കുവാൻ കാറ്റിനെ ആരാധിച്ചിട്ട് കാര്യമില്ല. ഭൂമിയെ ആരാധിച്ചിട്ട് കാര്യമില്ല. മരങ്ങളെയോ കുന്നിനെയോ ആരാധിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഓരോന്നിനെ പ്രത്യേകമായി ആരാധിച്ച് നടക്കാതെ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ഏതെങ്കിലും ശക്തി ഉണ്ടെങ്കിൽ അതിനെ ആരാധിച്ചാൽ പോരേ എന്നവർ ചിന്തിച്ചു. ആ ആരാധ്യ കഥാപാത്രത്തെ കണ്ടെത്തുവാൻ വേണ്ടിയിട്ടാണ് അവർ ആന്തരികമായും ബാഹ്യമായും അന്വേഷണം തുടങ്ങിയത്. ബാഹ്യമായി അന്വേഷിച്ചവർ വീണ്ടും ഇതുപോലെയുള്ള രൂപങ്ങളെ, വ്യാഘ്രത്തെ വരെ ദൈവമായി കണ്ടു, ആനയെ ദൈവമായിട്ട് കണ്ടു. കാരണം നമ്മേക്കാൾ വലിപ്പമുണ്ട്, ശക്തിയുണ്ട്, അതുകൊണ്ട് നമ്മുടെ ദൈവം ഇതാണെന്ന് വിചാരിച്ചു. വൃക്ഷശ്രേഷ്ഠനെ ദൈവമായിട്ട് കണ്ടു, കാരണം ഒരുപാട് ഗുണങ്ങൾ ഫലങ്ങൾ നൽകുന്നുണ്ട്, അതുകൊണ്ട് ഇതാണ് നമ്മുടെ ദൈവമെന്ന് വിചാരിച്ചു. ഇങ്ങനെ ബാഹ്യമായി കറങ്ങി നടന്നവർ പലതരം ദൈവങ്ങളെ കണ്ടെത്തിയപ്പോൾ ആന്തരികമായിട്ട് സ്വന്തം ഉള്ളിലേക്ക് അന്വേഷിച്ച് ആദ്യം ഞാനാരാണെന്ന് കണ്ടെത്തിയിട്ട് തൻ്റെ അസ്തിത്വം എവിടെയാണെന്ന് അന്വേഷിച്ചു പോയ ഋഷിവര്യന്മാർ കണ്ടെത്തിയതാണ് സത്യബോധം എന്ന് പറയുന്ന, പരമാത്മബോധം എന്ന് പറയുന്ന, പരമമായിരിക്കുന്ന ആ ബോധം എന്ന് പറയുന്ന ആ ഒരു സത്യത്തെ അവർ കണ്ടെത്തി. ആന്തരികമായിരിക്കുന്ന സത്യം, ആ സത്യമാണ് ഏകമായ ദൈവം എന്ന് പറയുന്നത്. പലതിൽ കറങ്ങി നടന്നാലും നാം എല്ലാം ഒടുവിൽ എത്തിച്ചേരേണ്ടത് ഈ അറിവ് എന്ന് പറയുന്ന, സത്യം എന്ന് പറയുന്ന ദൈവത്തിലാണ്.
ആ ദൈവത്തിലേക്കുള്ള വഴി തുറക്കുന്ന ആരാധനകളാണ് നമുക്ക് നല്ലത് എന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു. അപ്പോൾ വ്യത്യസ്തമായ ആരാധനാ രീതിയും വ്യത്യസ്തമായ ദൈവ സങ്കല്പങ്ങളുമൊക്കെയായിട്ട് നടക്കുന്ന നമുക്ക് ഭഗവാൻ അതിനൊരു എളുപ്പമാർഗം പറഞ്ഞു തന്നു. നിങ്ങൾ ആരെ ആരാധിച്ചാലും ശുദ്ധസങ്കല്പത്തിൽ ആരാധിക്കുക. ശുദ്ധസങ്കല്പത്തിൽ ആരാധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഉള്ളം തെളിഞ്ഞിട്ട് ഈ നമ്മൾ പറയുന്ന ആരാധിക്കുന്ന ആ മൂർത്തി രൂപത്തിൻ്റെ പിന്നിലുള്ള സത്യം എന്താണ് എന്ന് പിൽക്കാലത്ത് കാലക്രമേണ ബോധ്യം വരും. അതുകൊണ്ട് ആദ്യപടിയായിട്ട് ആരാധിക്കുന്ന ദൈവത്തെ ശുദ്ധ സങ്കല്പത്തിൽ ആരാധിക്കാനാണ് ഗുരു നമുക്ക് ആദ്യമായിട്ട് പറഞ്ഞു തന്നത്. ഇതിനെക്കുറിച്ച് നമുക്ക് ഇനിയും സംസാരിക്കാം. എന്തായാലും ഇന്നേക്ക് എല്ലാവർക്കും വിട. നമസ്തേ. ദേവാമൃതം